നമസ്കാരം. ഇന്ന് പെസഹ അല്ലെങ്കിൽ മോണ്ടി തേഴ്സ്ഡേ. ക്രൈസ്തവ മതവിശ്വാസികളെല്ലാവരും ഇന്ന് പെസഹ കൊണ്ടാടുകയാണല്ലോ. യേശു ക്രിസ്തു തൻ്റെ അന്ത്യത്താഴ വേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ അനുസ്മരിക്കുന്നതാണ് ഈ പെസഹ. അപ്പോൾ നമ്മൾക്ക് പെസഹ അപ്പവും പെസഹ പാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായി പെസഹ അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അരിപ്പൊടി, 6 മുറി തേങ്ങ ചിരകിയത്, പിന്നെ ഉഴുന്നരച്ചത്, ഉപ്പ്, ജീരകവും വെളുത്തുള്ളിയും അരച്ചത് എന്നിവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ എടുക്കുന്നു. മിക്സ് ചെയ്യുന്നത് നല്ല രീതിയിൽ എല്ലാം യോജിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് നമ്മൾ എടുക്കണേ. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുകയാണിത്. എന്നിട്ട് കുഴച്ച് അടയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കുഴയ്ക്കുന്ന രൂപത്തിൽ നമ്മൾ എടുക്കണം. അതുപോലെ അടുത്ത് നമ്മൾ വാഴയില നല്ല രീതി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് മുമ്പ് കുഴച്ച് വെച്ചിരുന്ന മാവ്, അതുപോലെ കൈ തൊട്ട് നനയ്ക്കാനായിട്ട് വെള്ളം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇല എടുത്തു. ഇനി നമ്മൾ മാവ് ഒരു ഉരുള പോലെ എടുത്ത്, ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് ഉരുള എടുക്കാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് മടക്കാൻ പാടായിരിക്കും. അപ്പം ഇതുപോലെ ഒരു ഉരുള എടുത്ത് ഇങ്ങനെ ഉരുട്ടി നമുക്ക് എന്നിട്ട് ആ ഇലയിലേക്ക് വെച്ച് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് വെള്ളം കൈ മുക്കുന്നതാണ് നല്ലത്, നല്ല പരന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇങ്ങനെ പരത്തി നല്ല കനം കുറച്ച് പരത്തുക. അതാണ് ഏറ്റവും ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്നിട്ട് സൈഡുകൾ ഇലയുടെ നന്നായി പരത്തിയെടുക്കുക. ഇനി നമുക്ക് ആ ഇലയുടെ സൈഡ് വശങ്ങളിങ്ങനെ ഓരോന്ന് കോണോട് കോണായിട്ടൊക്കെ നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. നല്ല വൃത്തിയിൽ മടക്കണം. മടക്കി ഇങ്ങനെ തിരിച്ച് വെക്കുക, ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് തിരിച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 25 എണ്ണം ഈ അളവിന് നമ്മളുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്കിനി ഇങ്ങനെ അടുക്കിടയ്ക്ക് വെക്കുക. നമുക്ക് ഒരു അപ്പച്ചെമ്പിൽ ആവി കയറ്റി, അടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ആവി കയറ്റി വെക്കാം. ഓക്കെ, അപ്പച്ചെമ്പ് അല്ലെങ്കിൽ ഇല്ലിത്തട്ട്. എന്നിട്ട് നമ്മൾ ഓരോ പരത്തി വെച്ചിരിക്കുന്ന അട പോലെ ഇരിക്കുന്ന ആ ഇൻട്രിയപ്പം എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അത് നമ്മളിങ്ങനെ നിരത്തി വെക്കുക. നമ്മൾ എന്നിട്ട് അടുത്ത തട്ട് ഓരോന്നിൻ്റെ മേളിലൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ, ആവിയൊക്കെ കയറി വന്നോളും. ഇനി നമുക്ക് അടുത്ത തട്ടെടുത്ത് വെച്ച് ബാക്കി ഇതുപോലെ തന്നെ അലങ്കരിച്ചല്ല അടുക്കി എടുത്ത് വെക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ അടുക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിന് മുകളിലും ഒരു തട്ട് വെച്ച് അതിന് മുകളിലേക്ക് ഇങ്ങനെ ഓരോന്ന് അടുക്കി വെച്ച് തീ ഇപ്പോൾ ആവി താഴെ നിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയറായിട്ടും ഇങ്ങനെ അടുക്കി വെച്ച് നമുക്ക് അപ്പച്ചെമ്പിൻ്റെ അടപ്പെടുത്ത് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, എല്ലാവരും പെസഹ ആഘോഷിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ അടപ്പെടുത്ത് അടച്ചു വെച്ചു കേട്ടോ. ഇനി നമുക്ക് അത് വേകുന്നോടം വരെ ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റൊക്കെ നമുക്കിത് ഫ്ലെയിം കണ്ടല്ലോ ഈ രീതിയിൽ വേവിച്ചെടുക്കുക. അതെ, നമ്മുടെ ഇൻട്രിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുരിശപ്പം ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ അപ്പം മുറിക്കൽ ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള കുരിശപ്പമാണ്. അപ്പോൾ അതായത് നമ്മുടെ ഇൻട്രിയപ്പം അതിനോടൊപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. നല്ല ഉഴുന്നൊക്കെ ചേർത്തതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുവാണ്. ഇത് നമുക്ക് പഴം, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഞാലിപ്പൂവനാണ്. നിങ്ങൾക്ക് പാളയം കുടന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത്തപ്പഴമല്ല, നമ്മൾ സാധാരണ വയ്ക്കുന്ന ഞാലിപ്പൂവൻ പാളയം കുടനൊക്കെയാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു. ഇനി അടുത്ത് നമുക്ക് പെസഹ പാലുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇപ്പോൾ പൊടി ശർക്കരയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത സാധാരണ ശർക്കര ചീകിയിട്ട് അങ്ങനെ എങ്ങനെയാണെങ്കിലും
പഞ്ചസാരയല്ല, നമ്മൾ ശർക്കര തന്നെ ചേർക്കണേ. അല്ലെങ്കിൽ കരിപ്പട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളെന്നാലും ഫീസിബിൾ എന്നുള്ള നിലയിൽ ശർക്കരയാണല്ലോ ഉപയോഗിക്കുന്നത്. ട്രഡീഷണലി അങ്ങനെ തന്നെയാണ്, ശർക്കര തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കങ്ങ് ഇളക്കി യോജിപ്പിച്ചങ്ങോട്ട്, ഇത് നമ്മൾ തീ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇടണേ. അതിനോടൊപ്പം നമ്മൾ ഏലക്കാപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ജീരകപ്പൊടിയും ചേർക്കാം. അതിൽ നമ്മളൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് അരിപ്പൊടി കുറച്ച് ഒരു 2 ടീസ്പൂണൊക്കെ എടുത്ത് അതിലേക്ക് ആ മിക്സിൽ നിന്ന് കുറച്ച് പാലെടുത്ത് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് നല്ല ഡൈല്യൂട്ടഡ് ലൂസ് ഫോമാക്കി അതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കൊഴുപ്പ് കിട്ടും. എന്നിട്ടത് നന്നായിട്ട് നമ്മൾ ആ മിക്സുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അങ്ങ് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓണാണ് കേട്ടോ. അപ്പം നമ്മൾ അത് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ കുരിശോല ഉണ്ടല്ലോ, ഓശാന ഞായറാഴ്ച കിട്ടിയ കുരിശോല, അതാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നല്ല ഷേപ്പിലൊക്കെയാണ് നമ്മളിവിടെ കുരിശോല കട്ട് ചെയ്ത് കുരിശിൻ്റെ രൂപത്തിൽ നമ്മൾ എടുത്തിരുന്നുണ്ടായിരുന്നത്. അപ്പം ഓക്കെ, നമ്മളെന്നിട്ട് നല്ല കുറുകി വരുന്ന രീതിയിൽ തിളയ്ക്കുന്നോളം വരെ ഒന്ന് ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ പെസഹ പാലും റെഡി ആയിട്ടുണ്ട്.